പോണേ. കൊല്ലത്തെ LDFന്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാനുണ്ട്. കൊല്ലത്ത് 3-ാം സ്ഥാനത്തേക്ക് പോയോ എന്ന് സംശയമുണ്ട്. കൊല്ലത്തെ കണക്കാണ്, കൊല്ലം കോർപ്പറേഷന്റെ കണക്കൊന്ന് വന്നാലേ അറിയാൻ പറ്റൂ. ആരാ ഉള്ള കൊല്ലത്തിന്റെ വിവരം? തിരുവനന്തപുരത്തിന്റെ ഉണ്ട്, നടരാജ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ. വേഗം ബാസിമെ വേഗം തന്നെ അവിടുന്ന് കൊല്ലം കോർപ്പറേഷനിൽ എന്താണ് ഇപ്പൊ LDFന്റെ സ്ഥിതി എന്ന് വേഗം അറിയണം. എന്നാൽ അത് ആ തോൽവി വളരെ വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ സംശയമുണ്ട്. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ബിജീഷ്, കണ്ണൂരിലെ സ്ഥിതി എന്താണ്? കണ്ണൂർ കോർപ്പറേഷൻ UDFന് തന്നെയല്ലേ? മറ്റ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി എന്താണ്? കോർപ്പറേഷൻ കണ്ണൂരിൽ UDFന് ഉറപ്പിക്കാവുന്ന പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം 31 ഡിവിഷനുകളിൽ UDF ജയം ഉറപ്പിച്ച അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇതിനകത്ത് റിജിൽ മാക്കുറ്റി ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ആളാണ്. റിജിൽ മാക്കുറ്റി, അതുപോലെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന പി നിരയും, അവിടെ വിമത സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, പി നിരയും, അതുപോലെ തന്നെ ഭാരത് KP താഹിറും, ഈ 3 പേരും വിജയിച്ചിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു തോൽവി സംഭവിച്ചിരിക്കുന്നത് UDFന് വലിയ തരത്തിൽ വെല്ലുവിളി വിചാരിച്ചിരുന്ന പഞ്ഞിക്കൽ ഡിവിഷനിലെ PK രാഗേഷ്, ഐക്യജനാധിപത്യ സഖ്യത്തിന്റെ നേതാവായിരുന്ന PK രാഗേഷ് തോൽവി നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കണ്ണൂർ കോർപ്പറേഷനിലെ തോൽവി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ കണ്ണൂരിൽ LDFന്റെ മുന്നേറ്റം നിലനിൽക്കുന്നുണ്ട്. 19-6 എന്നുള്ള നിലയിലാണ് ഇപ്പോൾ LDF മുന്നിൽ പോയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ UDFന് ചെറിയ തരത്തിലുള്ള ഒരു നേട്ടം കഴിഞ്ഞ തവണത്തേക്കാൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ചില പഞ്ചായത്തുകൾ, അതായത് 2020 LDF പിടിച്ചെടുത്ത കണിച്ചാർ, അതുപോലെ തന്നെ പയ്യാവൂർ, ഉദയഗിരി പോലുള്ള പഞ്ചായത്തുകൾ ഇത്തവണ UDF തിരിച്ചു പിടിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അജിൻ, ശരി. ബിജീഷ് ഗോവിന്ദനാണ് കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയത്. നമുക്ക് നോക്കേണ്ടത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഉറച്ച ഇടത് കോട്ടകളാണ് തകർന്നത് എന്നാണ്. അതിലേറ്റവും പ്രധാനം, നിഷാദ്, എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല പരമ്പരാഗതമായി LDFന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ ഒരു മുന്നേറ്റം UDF കാഴ്ചവെച്ചിട്ട് പതിറ്റാണ്ടുകളായി. അവിടെയാണ് കോർപ്പറേഷൻ ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ UDF തിരിച്ചു പിടിക്കുന്നത്. അതിനർത്ഥം അവർ തിരിച്ചു വരികയാണ് കൊല്ലം ജില്ലയിൽ എന്നുള്ളതാണ്. മറ്റൊന്ന്, UDF കൈവിട്ടുപോയ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് കോട്ടയത്താകട്ടെ, ഇടുക്കിയാവട്ടെ, പത്തനംതിട്ടയാകട്ടെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചു വന്നിരിക്കുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ UDFിനേറ്റ തിരിച്ചടി മാരകമായിരുന്നു. അവർക്ക് നാണം കെട്ട തോൽവിയാണ് ആ 3 ജില്ലകളിൽ ഉണ്ടായതെങ്കിൽ അവരവിടെ എല്ലാം തിരിച്ചു വന്നിരിക്കുന്നു. മറ്റൊന്ന് 415 366 415 ഗ്രാമപഞ്ചായത്തിന്റെ കഥ കാണൂ കൂട്ടരെ. 366 415 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ലീഡ് ചെയ്യുകയാണ് LDF എന്നത് കാണുക. പെരിന്തൽമണ്ണയിൽ 30 വർഷത്തെ ഇടതു ഭരണം നഗരസഭയിൽ അവസാനിപ്പിച്ചു, ഞങ്ങൾ മിന്നിച്ചു എന്ന് എഴുതിയിരിക്കുന്നു നജീബ് കാന്തപുരം എന്ന യുവ MLA. നജീബിനെ സംബന്ധിച്ചും അതൊരു അഭിമാനത്തിന്റെ നിമിഷമാണ് എന്ന് പറയാതെ വയ്യ. ലിജോ വർഗീസ്, ലിജോ, കൊല്ലത്തിന്റെ ടാലി ഒന്ന് പറയൂ. LDFന്റെ പൊസിഷൻ എവിടെയാണ്? കൊല്ലത്ത് LDF 3-ാം സ്ഥാനത്ത് തന്നെയാണ്. അവിടെ നിന്നും കരകയറാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനിലെ ബലം അറിഞ്ഞത് 28 ഡിവിഷനുകളിൽ 14 UDF വിജയിച്ചിരിക്കുന്നു. LDFന് 6 മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. NDA 8, അതായത് നിലവിലുണ്ടായിരുന്ന 6 സീറ്റുകൾ മഹാപരാജയം. സോറി കേട്ടോ ലിജോ, ഞാൻ പേരൊന്ന് മാറ്റി വിളിച്ചു പോയി, സോറി. അതായത് 14 UDF ലീഡ് ചെയ്യുമ്പോ 6 LDF കൊല്ലത്ത് 3-ാം സ്ഥാനത്ത് പോയിരിക്കുന്നു. ചെറിയ കാര്യമല്ല. കോർപ്പറേഷനിൽ വമ്പൻ പരാജയം. 3-ാം സ്ഥാനത്തേക്ക് പോവുക എന്ന് വെച്ചാൽ എന്തുമാത്രം വലിയ ഭരണവിരുദ്ധ വികാരം, എന്തുമാത്രം വലിയ ഇടതുവിരുദ്ധത ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു ഇപ്പോ എന്ന് കാണണം. ഗുരുതരമായ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കൊല്ലത്ത്. 3-ാം സ്ഥാനത്ത് 14 സീറ്റിൽ UDF, 8 NDA, 6 മാത്രം LDF എന്ന് വെച്ചാൽ LDFന് ആലോചിക്കാൻ കഴിയാത്ത ഒന്ന്. ഇത്രയും വലിയ വർക്കിംഗ് ക്ലാസ് ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാവുക എന്ന് പറയാന്ന് വെച്ചാൽ അത് ഭീകരമായ പരാജയം സംഭവിച്ചിരിക്കുകയാണ് മിക്ക ജില്ലകളിലും.